വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സോ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കർണാടക ബാങ്കിന്റെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അവരുടെ റിക്രൂട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ എന്താണ് അതിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. PDF ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിക്കോളാം. ഓക്കെ, സോ ഹൂ ക്യാൻ അപ്ലൈ, ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വന്നിരിക്കുന്നത് ഗ്രാജുവേറ്റ്സ് ഇൻ എനി ഡിസിപ്ലിൻ. നമ്മുടെ ഇന്ത്യയിലെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, UGC അല്ലെങ്കിൽ അതർ റെഗുലേറ്ററി ബോഡീസ് വഴി നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കാരണം ദോസ് ഹു ആർ വെയിറ്റിംഗ് for the results of examination pursuing the degree shall not be eligible. റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഡിഗ്രി ചെയ്യുന്നവർക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി പാസ് ആയിരിക്കണം. 1/11/2024 പാസ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഏജിന്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മാക്സിമം 26 വയസ്സാണ്. കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/11/99. അത് 1998 നവംബർ 2 മുന്നേ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 26 വയസ്സാണെങ്കിൽ അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ആൻഡ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ, അൺറിസർവ്ഡ്, OBC ആൻഡ് അതർ കാറ്റഗറിക്ക് 700 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ടാക്സ് ആണ്. SC/STക്ക് ആണെങ്കിൽ 600 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ടാക്സ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരു 59,000 രൂപ ശമ്പളം അവർ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 50,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പറ്റുന്ന എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓൺലൈൻ ടെസ്റ്റ് ടെനറ്റീവ്ലി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിസംബർ 15 തീയതിയാണ്. 2024 ഡിസംബർ 15 തീയതി ടെനറ്റീവ് സ്കെഡ്യൂൾ ആണ് ഈ പറയുന്നത്. ചിലപ്പോൾ മാറാം. അത് നമ്മൾ ബാങ്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നോട്ടിഫിക്കേഷനുള്ളിൽ വേക്കൻസിയുടെ കാര്യം അവർ പറയുന്നില്ല. ഇനി വഴിയെ നമ്മളെ വേക്കൻസി അറിയിക്കുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അറിയിക്കുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബാങ്ക് അങ്ങനെ ഒരു അറിയിപ്പ് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ന്യൂഡൽഹി, ഹൈദരാബാദ് എന്നുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവരുടെ സെന്റേഴ്സ് ഉള്ളത്. ആ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവരെ അവർ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, സോ മിക്കവാറും ഒക്കെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലേക്കായിരിക്കും അവരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുക. ദെൻ സർവീസ് ബോണ്ട് ഉണ്ട്. അതായത് ജോലിക്ക് കയറിയാൽ നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ സർവീസ് ബോണ്ട് സൈൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവുമെന്നും നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോയിന്റ്മെന്റും ജോബ് ലൊക്കേഷന്റെയും കാര്യം അവർ പറയുന്നുണ്ട്. ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. അതും മിക്കവാറും ബാങ്ക് സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് ബാംഗ്ലൂരിൽ വെച്ചായിരിക്കും. ആ ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എവിടെയാണോ കറക്റ്റ് വേക്കൻസി ഉള്ളത് ആ ബ്രാഞ്ചിലേക്കായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 6 മന്ത് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ആ പീരീഡിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ സർവീസ് എന്ത് ചെയ്യും? കൺഫേം ചെയ്യും. ഓക്കെ, ദെൻ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു അപ്ലൈ. എന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? 20/11/2024 മുതൽ 30/11/2024, അതായത് നവംബർ 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി വരെയാണ് നിങ്ങളുടെ ടൈം ഉള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, കൺഫേം ചെയ്യുക. ഓക്കെ, സോ ക്ലോസിംഗ് ഡേറ്റ് 30 ആണ്, അത് മറക്കരുത്. 20-ാം തീയതി തുടങ്ങും. നവംബർ 2024 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ഡിസംബർ 15 2024 അവർ എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ എക്സാമിനേഷന്റെ സിലബസ് നമുക്ക് നോക്കാം. റീസണിംഗ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ്. 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 40 മാർക്ക് 20 മിനിറ്റ്. ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് സ്പെഷ്യൽ റെഫറൻസ് ഉള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 25 മിനിറ്റ്. ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ടോട്ടൽ 135 മിനിറ്റ്സ് ആയിരിക്കും. 200 ക്വസ്റ്റ്യൻ 200 മാർക്കാണ്. Questions will be in English, അത് മറക്കണ്ട. 5 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. 1/4 മാർക്ക് will be deducted if the answer is wrong. Wrong answer ആണെങ്കിൽ 1/4 മാർക്സ് അവർ ഡിഡക്ട് ചെയ്യും. ദെൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് വേക്കൻസീസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അവർ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും എക്സാമിന് അപ്ലൈ ചെയ്യുക. എത്രത്തോളം ബാങ്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ എക്സാമിനുള്ള പേടിയുള്ളവർ, ആദ്യമായിട്ടൊക്കെ എഴുതുന്നവർക്ക് ഇങ്ങനെയുള്ള എക്സാംസ് എഴുതുന്നത് ഭയങ്കര വലിയൊരു പ്രാക്ടീസ് ആയിരിക്കും, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും. സോ നന്നായിട്ട് പഠിച്ച് അപ്ലൈ ചെയ്യുക. സെയിം സിലബസുകളാണ് ബാങ്ക് എക്സാംസിന് ഇപ്പോൾ. അപ്പോൾ ഒരു ഒറ്റ തവണ ഇരുന്ന് നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ടും ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. സോ സീ യു വിത്ത് ദി നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ. ബൈ.